വാട്സപ്പും ടെലിഗ്രാമും പോലെയുള്ള മെസ്സേജിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു മാറ്റം, അതും പ്രവാസികളെ ബാധിച്ചേക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത്. പലരും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഫോണിൽ ഗൾഫിലെ സിം നമ്മൾ ആക്ടിവേറ്റ് ആക്കും. പക്ഷെ ഉപയോഗിക്കുന്ന വാട്സപ്പ് എന്ന് പറയുന്നത് നാട്ടിലെ നമ്പറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വാട്സപ്പ് പലരും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് വരാൻ പോവാണ്. അതായത് നമ്മുടെ നാട്ടിലെ സിം ഇല്ലേ, നാട്ടിലെ സിം ആക്ടിവേറ്റ് ആയിട്ട് നമ്മൾ ആ ഫോണിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെട്ട വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ലോഗ് ഔട്ട് ആവും എന്നുള്ള ഒരു കാര്യമാണ്. 90 ദിവസത്തിനകം ഈ ഒരു മാറ്റം വരികയാണ്. അപ്പൊ ഇത് ഈ നാട്ടിൽ നിന്ന് ഗൾഫിലെത്തി നാട്ടിലെ നമ്പറിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ പലരും ഈ വാട്സപ്പ് വെബ് വഴി ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഒക്കെ വാട്സപ്പ് കണക്ട് ചെയ്ത് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഓരോ 6 മണിക്കൂർ കഴിയുന്നതോടെ വാട്സപ്പ് ലോഗ് ഔട്ട് ആവും. പിന്നെയും ഇത് ലോഗിൻ ചെയ്ത് നമ്മൾ കയറേണ്ടതായിട്ടൊക്കെ വരുന്നു. അപ്പൊ കണ്ടിന്യൂസ്ലി നമുക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യം കിട്ടാതെ വരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കേന്ദ്ര ടെലികോം വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് കണക്ട് ചെയ്തിട്ടുള്ള സിം കൂടി ആക്ടിവേറ്റ് ആയിട്ട് കയ്യിൽ കരുതുക എന്നുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോ ഫെബ്രുവരി 28-നകം ഈ ഒരു മാറ്റം കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ്. ഈ സിം ബൈൻഡിംഗ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെയാണ് അത് മെസ്സേജിംഗ് ആപ്പുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ജിപേ ഒക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, നമ്മുടെ ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുള്ള സിം കാർഡ് നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജിപേ സംവിധാനം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒരു സിം ബൈൻഡിംഗ് സംവിധാനമാണ് മെസ്സേജിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. എന്തായാലും ഈ ഒരു മാറ്റം വരെയാണ് ഫെബ്രുവരി 28-നകം ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു മാറ്റം മെസ്സേജിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പം പ്രവാസികൾ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. കാത്തിരുന്ന് അങ്ങനെ DSF നാളെ ആരംഭിക്കുകയാണ്. ഡിസംബർ 5 മുതൽ ജനുവരി 11 വരെയാണ് ഇത്തവണത്തെ DSF മാമാങ്കം നീണ്ടു നിൽക്കുക. വലിയ രീതിയിലുള്ള ആഘോഷ നാളുകളാണ്. വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഗ്ലോബൽ വില്ലേജിലേക്ക് ഉണ്ടാവും. ഷോപ്പിങ്ങിന്റെ ഒരു സമയമാണ്. ഡിസ്കൗണ്ടുകളും നറുക്കെടുപ്പുകളും സമ്മാനങ്ങളും ഒക്കെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ DSFന്റെ പുതിയ പതിപ്പിനാണ് നാളെ ഡിസംബർ 5-ന് തുടക്കമാവുന്നത്. വലിയ ജനപ്രവാഹമാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് ഇനി പ്രതീക്ഷിക്കുന്നത്. അബുദാബി എമിറേറ്റിൽ എത്തുന്നവർക്ക് ഇനി സായിദ് നാഷണൽ മ്യൂസിയത്തിൽ സന്ദർശനം നടത്താം. 54ാമത് UAE ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് വലിയ വിജ്ഞാനത്തിന്റെ കലവറയാകുന്ന സായിദ് നാഷണൽ മ്യൂസിയത്തിന് തുടക്കം ആയിരിക്കുന്നത്. UAEയുടെ മേഖലയുടെ വലിയ വർഷങ്ങളിലെ ചരിത്രവും UAEയുടെ രൂപീകരണം മുതൽ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ പൈതൃകവും സമ്മേളിക്കുന്ന മ്യൂസിയത്തിൽ 6 ഗാലറികളിലായിട്ടാണ് വിജ്ഞാനത്തിന്റെ കലവറ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹിസൈനസ് ഷെയ്ഖ് സായിദിനുള്ള രാജ്യത്തിന്റെ സ്മരണാഞ്ജലിയാണ് മ്യൂസിയം എന്ന് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറയുകയും ചെയ്തു. ഉദ്ഘാടനത്തിനൊപ്പം ഭരണാധികാരികൾ മ്യൂസിയത്തിന്റെ ഗാലറികളും സന്ദർശിക്കുകയുണ്ടായി. ഇത്തവണ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുമ്പോൾ ദുബായ് പോലീസിന്റെ സ്മാർട്ട് പ്ലാറ്റ്ഫോം കൂടി നിങ്ങൾ സന്ദർശിക്കാൻ മറക്കരുത്. ദുബായ് പോലീസിന്റെ സേവനങ്ങളെക്കുറിച്ചും സുരക്ഷാ പരമായിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചും ഒക്കെ സന്ദർശകർക്ക് വ്യക്തമായ ധാരണ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ദുബായ് പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള സ്മാർട്ട് സംവിധാനങ്ങൾ, സമീപ പ്രദേശങ്ങളിലെ പോലീസ് സംവിധാനം, വിവിധ വിവരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം, വിവിധ സേവനങ്ങളുടെ തുടർ നടപടികൾ, സ്മാർട്ട് ഹോം സെക്യൂരിറ്റി, നഷ്ടപ്പെട്ട സാധനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യൽ, സൈബർ കുറ്റകൃത്യ വിരുദ്ധ നടപടികൾ, സർക്കുലറുകൾ, യാത്രാവിലക്ക് സേവനങ്ങൾ, ശിശു സുരക്ഷ, വനിതാ സുരക്ഷ, 901 കോൾ സെന്റർ, 04 പ്ലാറ്റ്ഫോം, മറ്റ് നൂതന സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ദുബായ് പോലീസിന്റെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഗ്ലോബൽ വില്ലേജ് തിയേറ്ററിന് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ വൈകിട്ട് 4 മുതൽ അർദ്ധരാത്രി വരെ സന്ദർശകർക്ക് അനുവാദമുണ്ട്. 1 മാസത്തോളമാണ് ഈ പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാവുക. ഭാവിയിൽ ഗ്ലോബൽ വില്ലേജിൽ സ്ഥിരമായിട്ടുള്ള പങ്കാളിത്തവും ദുബായ് പോലീസ് ആലോചിക്കുന്നുണ്ട്.